നിങ്ങളെല്ലാവരും ഒരു സെക്കൻഡ് ഈ ഒരു സാധനം എല്ലാ റെക്കോർഡിങ്ങിലും കണ്ടാണ്. ഇപ്പം പാട്ട് പാടുന്നതിലോ ചിലപ്പോൾ പോഡ്കാസ്റ്റിലൊക്കെ ഈ ഒരു സാധനം കണ്ടു കാണും. ഇത് എന്താണെന്നല്ലേ? വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് മ്യൂസിക് പ്രൊഡക്ഷൻ സീരീസ്. ഞാൻ ആദ്യം ഇത് മൂരി എടുക്കട്ടെ. ഇത്രയുള്ള സാധനം അതന്നെ ക്ലാമ്പാണ്. നമ്മുടെ വെയിറ്റ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം കണ്ടോ ഇങ്ങനെ കറക്കുന്നത്. ഇത് എവിടെ വേണമെങ്കിൽ പിടിപ്പിക്കും. ഞാനിപ്പോൾ എൻ്റെ ബൂം ആർമിലാണ് വെച്ചത്, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇവിടെ ടേബിളിലോ എവിടെ വേണേൽ നമുക്കിത് പിടിപ്പിക്കാവുന്ന സംഭവമാണ്. ഒരു സെക്കൻഡേ. ഓക്കെ, ഇപ്പോൾ കറക്റ്റായിട്ട് കേൾക്കാമല്ലോ. താങ്ക് യു. ഇതിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ പോപ്പ് ഷീൽഡ് എന്ന് വിളിക്കാം, പോപ്പ് സ്ക്രീൻ എന്ന് വിളിക്കാം, സ്ക്രീൻ എന്നും വിളിക്കാം. ഇങ്ങനെയൊക്കെയാണ് ഇതിനെ കോമൺ ആയിട്ട് അറിഞ്ഞു വരുന്നത്. ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ വളരെ 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 സിമ്പിളാണ്. വലിയൊരു റിവ്യൂവിൻ്റെ ഒന്നും ആവശ്യമില്ല. സോ ഞാൻ വളരെ ലൈറ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ സംസാരിക്കും, ഇപ്പം ഞാൻ സംസാരിക്കുക അല്ലെങ്കിൽ പാടുമ്പം നമ്മുടെ വോക്കൽ കോഡിൽ നിന്ന് ഒരുപാട് തരത്തിലുള്ള സൗണ്ട്സ് റിലീസാവും. പല ഫ്രീക്വൻസിയിലുള്ളത്, പല ആംപ്ലിറ്റ്യൂഡിലുള്ളത്, പല എനർജി ലെവൽസ് ഉള്ളത് വോക്കൽ കോഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ വരുന്ന സാധനം നമ്മൾ മൈക്കിൽ കൂടെ പറയുന്നത്. അപ്പം നമ്മൾ അങ്ങനെ പറയുമ്പോൾ ചില സൗണ്ടിന് എനർജി കൂടുതലായിരിക്കും. എക്സാമ്പിൾ ഭ ഭ അങ്ങനെയുള്ള സാധനങ്ങളിൽ ഒരു പുഷ് കൂടുതലല്ലേ, ഒരു എനർജി, ഒരു ബാസ് കൂടുതലല്ലേ. അപ്പം അങ്ങനെ വരുന്ന വെച്ചാൽ ഈ മൈക്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ആ ഒരു എനർജി മൈക്ക് പിടിച്ചെടുക്കും. കറക്റ്റ് ആ ഡയഫ്രത്തിലോട്ട് വന്ന് അടിക്കും. ഇപ്പം ഭയങ്കരമായിട്ട് ആ എനർജി പിടിച്ചിരിക്കുമ്പോൾ ഒരു അത്ര സുഖമില്ലാത്തൊരു റെക്കോർഡിംഗ് ആയിരിക്കും അത്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയാണ് ഈ പോപ്പ് ഷീൽഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. വളരെ സിമ്പിൾ. ഞാൻ ഇപ്പോൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തരാം. ഞാൻ പായും ഭായും പറയാം, നോക്കിക്കോ. ഇതിപ്പോൾ ഞാൻ ഈ ഒരു സ്ക്രീൻ വെച്ചിട്ടുണ്ടല്ലോ, ആദ്യം ഞാൻ ഈ ഒരു ഫോം ഇല്ലാതെ പറയാം. ആ പോളി ഭ ഭ ഭ ഭ ഭ ഭ. ഡിഫറൻസ് മനസ്സിലായില്ലേ? ഇതിനു വേണ്ടിയാണ് പോപ്പ് ഷീൽഡ് ഉപയോഗിക്കുന്നത്. ഇതിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. പിന്നെ നിങ്ങൾ പോപ്പ് ഷീൽഡ് വാങ്ങിക്കാൻ പോകുമ്പം ഒരുപാട് പ്രൈസിൽ കാണും. വലിയ കൂടിയതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഏതാണ്ട് എല്ലാത്തിനൊക്കെ ഒരേ എഫക്റ്റ് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ വലിയ കൂടിയൊന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഈ ഒരു നൈലോൺ മെഷ്, ഈ ഗൂസ്നെക്ക്, ഇതിൻ്റെ ഗൂസ്നെക്ക് എന്നാണ് ഇങ്ങനെയൊക്കെ വയ്ക്കാൻ പറ്റും. കണ്ടോ, അതുകൊണ്ട് ഗൂസ്നെക്ക് എന്നാണ് പറയുന്നത്. ഇതുള്ളൊരു കോമൺ നല്ല റിവ്യൂ ഉള്ളൊരു പോപ്പ് ഷീൽഡ് മേടിച്ചാൽ മതി. ഇതിൽ വലിയൊരു കാര്യമില്ല. ഒരെണ്ണം വേണം, പക്ഷേ ഏറ്റവും കൂടിയത് വേണമെന്നൊന്നുമില്ല. ഇതൊരു നൈലോൺ മെഷാണ്. ഇത് 2 ലെയർ തുണിയുണ്ട്. പിടിച്ച് കാണിക്കാൻ വരുന്നില്ലല്ലോ. 2 ലെയർ തുണിയുണ്ട്. അതാണ് ഈ എനർജി തടിക്കുന്നത്. നമ്മളിപ്പോൾ പറയുമ്പോഴേ നോക്കിയോ, ഞാൻ ഭ എന്ന് ഇതിലോട്ട് നോക്കി. അപ്പോൾ ഇവിടെ ഒരു വൈബ്രേഷൻ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയാം. നോക്കും ഭ ഭ, കണ്ടോ, കാണാമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ നമ്മൾ അത് പറഞ്ഞാൽ എനർജി ഇതിലടിച്ച് ഇത് അബ്സോർബ് ചെയ്തെടുക്കാൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതാണ് ബേസിക്കലി ഒരു പോപ്പ് ഷീൽഡ് എന്താണെന്ന്. അത്രേ ഉള്ളൂ. ഇതിൽ വലിയൊരു ഇതിൻ്റെ കാര്യമൊന്നുമില്ല. ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇത് ഞാൻ ഈ മൈക്ക് ബണ്ടിൽ വാങ്ങിച്ചപ്പോൾ കിട്ടി. ഇത് അല്ലാതെ 250 അങ്ങനെ എന്തോ ഉള്ളൂ. നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള സാധനം കിട്ടും. അതൊക്കെ മതി. അപ്പം ദാറ്റ് ഈസ് ബേസിക്കലി നോൺ ആസ് എ പോപ്പ് ഷീൽഡ്. അപ്പം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.